ഓക്കെ, ഓക്കെ. സോ ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്തി, എന്നാലും ഞാൻ ഒന്നും കൂടി എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ഹലീന. ഞാൻ ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിലെ BA സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയാണ്. സോ ആദ്യം തന്നെ ഞാൻ നാഷണൽ സ്റ്റുഡന്റ് കളക്റ്റീവിന് ഞാൻ എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാണ്. കാരണം എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. സോ ഞാൻ ഇന്ന് ജാമ്യനെ പറ്റി പറയുമ്പോൾ ഞാൻ കൂടുതലും വൈ ജാമ്യ, വൈ ഡൽഹി എന്നുള്ളതായിരിക്കും ഞാൻ കുറച്ചും കൂടി ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൂടി കവർ ചെയ്യാൻ ശ്രമിക്കാം. സോ ജാമ്യനെ പറ്റി പറയുകയാണെങ്കിൽ അത് എങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ പറയാന്നുള്ളത് എനിക്ക് ഭയങ്കര ടാസ്ക് ആയിരിക്കും. കാരണം ജാമ്യനെ പറ്റി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എവിടെയും എത്തില്ല. കാരണം അത് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒന്നുമല്ല. സോ ഞാൻ എങ്ങനെയാണ് ജാമ്യയിൽ എത്തിയെന്നുള്ള കഥ പറയാം. ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എവിടെയാണ് ഏറ്റവും നല്ല സൈക്കോളജി സോഷ്യൽ വർക്ക് ഒക്കെ കിട്ടുന്നത്, എവിടെയാണ് ഏറ്റവും നല്ല കോളേജ് എവിടെയാണെന്നൊക്കെ ഇങ്ങനെ തെരഞ്ഞ് യൂട്യൂബിലൊക്കെ നോക്കി വരുമ്പോഴാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ പറ്റി അറിയുന്നത്. അങ്ങനെ ജാമ്യനെ പറ്റി അറിയുകയും ജാമ്യയില് എക്സാം എഴുതി, ആദ്യത്തെ പ്രാവശ്യം എഴുതി കിട്ടിയില്ല. അന്ന് നമ്മള് ആദ്യമായിട്ട് എഴുതുമ്പോ കൃത്യമായിട്ട് പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെയാണ് എഴുതിയത്. അപ്പൊ അതിന്റെ ഒക്കെ അപാകതകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ വർഷം തന്നെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ വർഷം ഞാൻ ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു. സോ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ജാമ്യനോടുള്ള ഒരു ജാമ്യ അത്രയും എന്തോ സ്വപ്നം കണ്ടത് കൊണ്ടായിരിക്കാം ഒരിക്കൽ കൂടി ജാമ്യയിൽ എക്സാം എൻട്രൻസ് എഴുതി നോക്കാം എന്നുള്ളൊരു ചിന്ത വന്നത്. അങ്ങനെ ജാമ്യയിൽ എക്സാം ഒരിക്കൽ കൂടി എഴുതുകയും അങ്ങനെ അഡ്മിഷൻ ഉറപ്പിക്കുകയും ചെയ്ത ആളാണ് ഞാൻ. അപ്പോ ചിലർക്കെങ്കിലും തോന്നാം അതിന് മാത്രം ജാമ്യയിൽ പഠിക്കാൻ മാത്രം എന്താണ് ഉള്ളത് എന്നുള്ളത്. അപ്പൊ അത് ഞാൻ ഇവിടെ ഞാൻ ഇന്ന് മൊത്തത്തിൽ പറയുമ്പോൾ ഞാനത് കവർ ചെയ്യാൻ ശ്രമിക്കാം. സോ ജാമ്യനെ പറ്റി പറയുമ്പോൾ ജാമ്യന്റെ ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നാഷണലിസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടാണ് നമ്മൾ ജാമ്യ അറിയപ്പെടുന്നത്. ജാമ്യന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പ്രൊക്ലമേഷൻ ഒക്കെ സംഭവിക്കുന്നത് 13th ഒക്ടോബർ ആയിട്ടുള്ള 1920 അത് അലിഗഡിലായിരുന്നു അന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശേഷം 1925 കരോൾബാഗിലേക്ക്, അതായത് ഡൽഹിയിലെ കരോൾബാഗിലേക്ക് അത് മാറ്റി പുനഃസ്ഥാപിക്കപ്പെടുകയും പിന്നീട് ഇവിടെ ജാമിയ നഗർ ലൊക്ലയിലേക്ക് 1935 ഒരിക്കൽ കൂടി അത് മാറുകയാണ് ഉണ്ടായത്. അതായത് ഇപ്പൊ നിലവിൽ ജാമ്യ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. സോ ജാമ്യ ഇപ്പോ 100 years ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും ജാമ്യന്റെ റാങ്കിങ് നെർഫ് റാങ്കിങ്ങിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ 3rd റാങ്ക് ആണ്. അപ്പോ അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മളെ ഇന്ത്യയിലെ ഒരു പ്രസിഡന്റ് ആയിട്ടുള്ള സാക്കിർ ഹുസൈൻ അടക്കമുള്ള, അതുപോലെ MA അൻസാരി, മൗലാന ജവഹർ അലിയൊക്കെ അത്തരത്തിൽ ഒരുപാട് ലീഡേഴ്സ് ഒത്തിരി അധ്വാനിച്ചിട്ട് കൊണ്ടുവന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ ഇപ്പൊ അലിഗഡ് ഒക്കെ ജാമ്യന്റെ കഥ പറയുമ്പോൾ നമുക്ക് അലിഗഡും കൂടെ ചേർത്ത് പറയാനേ പറ്റുള്ളൂ. അലിഗഡ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ബ്രിട്ടീഷ് ഫണ്ട് കൊണ്ടാണ് അലിഗഡിന്റെ ഒക്കെ ഇത് നടന്നിരുന്നത്. പക്ഷെ ജാമ്യന്റെ തുടങ്ങുന്നത് അല്ലെങ്കിൽ ജാമ്യന്റെ ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോൾ അതില് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ പങ്ക് വളരെ വലുതാണ്. കാരണം ജാമ്യ എന്ന് പറയുന്ന അതിന്റെ അടിത്തറ തന്നെ ബൈ ദ പീപ്പിൾ എന്നാണ് പറയാ. സോ അങ്ങനെയൊക്കെ ഒരുപാട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൊക്കെ നമുക്ക് നോക്കുമ്പോ എന്താ പറയാ, ജാമ്യക്ക് അങ്ങനെ ഒരു പാരമ്പര്യവും ലെഗസിയും ഒക്കെ ഉള്ളതായിട്ടാണ് നമ്മള് എല്ലാവരും കണക്കാക്കുന്നത്. സോ അങ്ങനെയുള്ള ജാമ്യനെ പറ്റി പറയുന്നത്. അപ്പൊ ജാമ്യയില് 23 ഗേറ്റുകളിലായിട്ടാണ് ജാമ്യ പരന്ന് കിടക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടെ ഒരു നാഷണൽ ഹൈവേ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ജാമ്യന്റെ തൊട്ട് മുകളിലൂടെ മെട്രോ പാസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ജാമ്യ എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് ജാമ്യ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജാമ്യനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയാ ജാമ്യയിലെ എക്സ്പോഷർ, ഡൽഹിയിൽ നിൽക്കുമ്പോഴുള്ള എക്സ്പോഷർ, അതെങ്ങനെ ഭയങ്കര ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്.
അപ്പൊ എക്സ്പോഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ഇവിടുത്തെ നമ്മളുടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് ഇത്രയധികം കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സൊസൈറ്റികളുണ്ട്, ക്ലബ്ബുകളുണ്ട്, ഒരുപാട് ഇന്റർനാഷണൽ നാഷണൽ സെമിനാറുകൾ നടക്കുന്നതാണ്, ഒരുപാട് ഡിബേറ്റുകൾ നടക്കുന്നതാണ്, ക്വിസ് ക്ലബ്ബ് ഉണ്ട്. അതുപോലെ തന്നെ ജാമ്യയില് ഏറ്റവും കൂടുതൽ ജാമ്യ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുക വാർത്തകളിലൂടെ ആയിരിക്കും. പലതരത്തിലുള്ള സമരങ്ങൾ, വിദ്യാർത്ഥി സമരങ്ങൾ നടക്കുന്ന ക്യാമ്പസ് ആയിട്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ എന്തൊരു അനീതി സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ അതിനെതിരൊക്കെ പ്രതികരിക്കുന്ന വിദ്യാർത്ഥികൾ, അതാണ് ഇവിടെ ജാമ്യയിൽ പഠിക്കുന്ന കുട്ടികൾ. അപ്പോ അത് അത്തരത്തിലുള്ള ഒരു ആൾക്കാരായിട്ട് നമ്മളെ മാറ്റിയെടുക്കാനും കൂടെ ജാമ്യക്ക് സാധിക്കുന്നുണ്ട്. ജാമ്യയുടെ ഒരു എൻവയോൺമെന്റ് തന്നെ അങ്ങനെയാണ് ഉള്ളത്. അപ്പോ ഇപ്പോ CA NRC ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എന്തൊരു നമ്മളുടെ രാജ്യത്ത് നടക്കുന്ന രാജ്യത്തെന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ വേൾഡിൽ തന്നെ എന്തെങ്കിലും നടക്കുന്ന കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുകയും അതിനെ പറ്റി കൂടുതൽ വിശകലനം ചെയ്യാനൊക്കെ എപ്പോഴും ജാമ്യയിലെ വിദ്യാർത്ഥികൾ, അധ്യാപകരൊക്കെ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെയും പോലെ തന്നെ ജാമ്യയിലും എല്ലാ സീറ്റിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഉണ്ടാവുന്ന കൾച്ചറൽ എക്സ്ചേഞ്ച് അതൊക്കെ ഭയങ്കര നൈസാണ്. പിന്നെ ജാമ്യയിലൊരു വൈബ് എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താ, ഒരു 12 മണി വരെയൊക്കെയാണ് സാധാരണ ക്യാമ്പസ് എല്ലാവരും ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ജാമ്യയിലൊരു വൈബ്, ഒരു സംഭവങ്ങളൊക്കെ പറയുകയാണെങ്കിൽ. പിന്നെ ഡൽഹിയിൽ നിൽക്കുമ്പോഴുള്ള ഒരു മൊത്തത്തിൽ അറിയാലോ, ജാമ്യ മാത്രമല്ല ഒരുപാട് വേറെ യൂണിവേഴ്സിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ് ഡൽഹി. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളുണ്ട് ഡൽഹിന്റെ ഉള്ളിൽ തന്നെ. ഒരുപാട് മോണുമെന്റ്സ് ഉണ്ട്, അങ്ങനെ അങ്ങനെ മ്യൂസിയങ്ങള്, അങ്ങനെ അങ്ങനെ പല പല സംഭവങ്ങളുള്ള ഒരു സ്ഥലമാണ് ഡൽഹി. അപ്പൊ അത് ഒരു വലിയൊരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ ജാമ്യ എന്ന് പറയുമ്പോൾ ജാമ്യയിലെ മനുഷ്യന്മാര് തന്നെയാണ് ജാമ്യ ആക്കുന്നത്. അപ്പോ അത് ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള മനുഷ്യന്മാരാണ്. അങ്ങനെ അങ്ങനെ ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഡൽഹിയിൽ നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് ചർച്ച ചെയ്യാതെ പോകാൻ പറ്റില്ല. ലൈക്ക് ഇവിടുത്തെ ക്ലൈമറ്റ്, നോർത്തില് എസ്പെഷ്യലി ഡൽഹിയിൽ നിൽക്കുമ്പോഴുള്ള ക്ലൈമറ്റിന്റെ കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഹാഷ് വിന്ററും ഹാഷ് സമ്മറൊക്കെയാണ് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോ എനിക്കറിയില്ല ഇതിപ്പോ +2 കഴിഞ്ഞിട്ട് വരുന്ന വിദ്യാർത്ഥികളാണോ ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്ന വിദ്യാർത്ഥികളാണോ എന്ന് അറിയില്ല. ഇപ്പൊ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഡൽഹി പോലുള്ള ജാമ്യ പോലുള്ള സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. നമ്മൾ കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയിട്ട് പെരുമാറാൻ ശ്രമിക്കും. നമ്മളൊരു വളരെ നാരോ മൈൻഡിൽ നിന്ന് കുറച്ചും കൂടി ബ്രോഡായിട്ട് നമ്മൾ ചിന്തിക്കാനും ആൾക്കാരെ ചേർത്ത് പിടിക്കാനും കൂടുതൽ അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനൊക്കെ നമുക്ക് പറ്റും. സോ അത്രയൊക്കെ തന്നെയാണ്. പിന്നെ എന്താ പറയാ, നമ്മളെ തന്നെ നമ്മൾ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യുന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളുടെ കഴിവുകള്, മൊത്തത്തിൽ നമ്മളുടെ വിറ്റ്നസ്സുകളൊക്കെ നമ്മൾ കുറച്ചും കൂടി മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. ഞാന് ഉദാഹരണങ്ങളൊക്കെ പറയാം. ഇപ്പോ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ വന്നതിന് ശേഷം അവരുടെ കുറച്ചും കൂടി അവരുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിയുകയും NGOs ഒക്കെ സ്റ്റാർട്ട് ചെയ്ത എന്റെ സുഹൃത്തുക്കളുണ്ട്, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത കൂട്ടുകാരുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആശയങ്ങൾ നിരന്തരം ആളുകളുമായിട്ട് സംവദിച്ച് അങ്ങനെ അവരെ തന്നെ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യുകയും അവസരങ്ങൾ നന്നായി വിനിയോഗിക്കുകയും ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരൊക്കെ എനിക്കുണ്ട്. അപ്പോ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ കുറച്ചും കൂടി എന്താ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. ജാമ്യന്റെ എവിടെ നിന്നായിരുന്നു ജാമ്യന്റെ തുടക്കം, അതുപോലെ ജാമ്യന്റെ റാങ്കിങ്ങിന്റെ കാര്യം, അങ്ങനെയൊക്കെ പറഞ്ഞു. 256 ഏക്കറിൽ പരന്നു കിടക്കുന്നതാണ് ജാമ്യ. ജാമ്യന്റെ വലിപ്പം അത്
ഏരിയയിൽ പറയുന്നതിനേക്കാളും കുറച്ച് ക്വാളിറ്റേറ്റീവ് ആയിട്ട് പറയാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത്. അതുപോലെ ജാമ്യയിലെ 11ഓളം ഫാക്കൽറ്റീസിലായിട്ട് 44ഓളം ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, വിച്ച് ഈസ് റിയലി ബിഗ്. ആൻഡ് ജാമ്യയില് ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ജാമ്യയിൽ ഒരു റെസിഡൻഷ്യൽ കോച്ചിങ് അക്കാദമി ഉണ്ട്, RCA. ഒരുപാട് UPSC ആസ്പറൻസിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഓൾ ഇന്ത്യ റാങ്കിങ്ങിലൊക്കെ വരുമ്പോൾ ജാമ്യന്റെ പേരെന്നും ഉയർന്നു കേൾക്കാറുണ്ട്. അതുപോലെ സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിപ്ലോമ, അഡ്വാൻസ്ഡ് ഡിപ്ലോമ, ബാച്ചിലർ, PG ഡിപ്ലോമ, മാസ്റ്റേഴ്സ്, അതുപോലെ PhD ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല, ശരിക്കും പറയുകയാണെങ്കിൽ KG ക്ലാസ് തൊട്ടിട്ട് PhD വരെ ഉണ്ടെന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ ജാമ്യന്റെ സ്കൂളും ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ RCA പറ്റി ഞാൻ ഒന്നും കൂടെ മെൻഷൻ ചെയ്യാം. RCAയില് മൈനോറിറ്റീസിൽ പെടുന്ന ആൾക്കാർക്ക്, അതുപോലെ SC, അതുപോലെ സ്ത്രീകൾക്കൊക്കെ കംപ്ലീറ്റ്ലി ഹോസ്റ്റൽ ഫീസ് അടക്കം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് അതിന്റെ ഫെസിലിറ്റീസ് വരുന്നത്. ഫ്രീ ആണ് കംപ്ലീറ്റ്ലി. ആൻഡ് RCAന്റെ ഒരു എൻവയോൺമെന്റ് തന്നെ കംപ്ലീറ്റ്ലി ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അത്രയും ഒരു നല്ല പഠനാന്തരീക്ഷം നിങ്ങൾക്ക് UPSC ആസ്പിറൻസിന് ഇവിടെ കിട്ടും. നിങ്ങൾ UPSCക്ക് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, നിങ്ങൾ പ്രിലിംസ് ഒക്കെ ക്ലിയർ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി RCAയിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ RCAന്റെ ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ RCAയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിലവിൽ 2 മലയാളീസ് ആണ് RCAയിൽ ഇപ്പൊ ഉള്ളത്. അതിൽ ഒരാൾ ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടിരിക്കുകയാണ്. അപ്പൊ ഹോപ്പ്ഫുള്ളി ആൾക്ക് നല്ലൊരു റാങ്ക് ഉണ്ടാവും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ജാമ്യയിലെ ഫെസിലിറ്റീസിനെ പറ്റി കൂടെ ഞാൻ മെൻഷൻ ചെയ്യാം, വിച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ജാമ്യയിലെ ലൈബ്രറീസിനെ പറ്റി പറയുകയാണെങ്കിൽ, ജാമ്യയില് കുറച്ചു വർഷം മുന്നേ വരെ ഉണ്ടായിരുന്നത് ജാമ്യന്റെ 7th ഗേറ്റിൽ കയറുമ്പോൾ തന്നെയുള്ള ഒരു ലൈബ്രറി ആയിരുന്നു. അതിപ്പോ മാറ്റി അതൊരു റീഡിംഗ് ഹാൾ ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ റീഡിംഗ് ഹാളിൽ തന്നെ റീഡിംഗ് റൂം, നോർമലി എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന ഒരു റീഡിംഗ് റൂം ആയിട്ടും, അതുപോലെ തന്നെ എന്താ പറയാ, ഒരു ഡിസ്കഷൻ റൂം ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോന്ന്. പിന്നെ PhD-കാർക്ക് മാത്രമായിട്ട് ഒരു മുറിയുണ്ട്, ഗേൾസിന് മാത്രമായിട്ട് ഒരു മുറിയുണ്ട്. അതുപോലെ തന്നെ PG-കാർക്ക് മാത്രമായിട്ട്, അങ്ങനെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു റീഡിംഗ് റൂം ഉണ്ട് നമുക്ക്. അതെ, നമുക്ക് ലൈബ്രറി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ സെൻട്രൽ ലൈബ്രറി ഉണ്ട്, അതായത് സാക്കിർ ഹുസൈൻ ലൈബ്രറി. 6 ലക്ഷത്തോളം പുസ്തകങ്ങളുണ്ട്. അതിൽ തന്നെ ഒരുപാട് സബ്ജക്ട് സ്പെസിഫിക് ബുക്സും റയർ ആയിട്ടുള്ള ബുക്സും ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ജാമ്യയിലെ തന്നെ ഒരുപാട് ജാമ്യൻസിന്റെ കുറെ പുസ്തകങ്ങൾ അവിടെ കാണാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ സെൻട്രൽ ലൈബ്രറിയിൽ വെറും പുസ്തകങ്ങളുടെ ശേഖരണം മാത്രമല്ല, അവിടെ അടിയിലായിട്ട് ഒരു പീരിയോഡിക്കൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹാള് ഉണ്ട്. അവിടെ എല്ലാ ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ് എല്ലാ ഭാഷയിലുള്ള ന്യൂസ് പേപ്പേഴ്സ് അവിടെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് അവിടെ ഇരുന്ന് വായിക്കാം. അവിടെ കൾച്ചറൽ റിലേറ്റ് ചെയ്തിട്ടും അങ്ങനെ റെഫറൻസ് ബുക്കുകളായിട്ടൊക്കെ ഒരുപാട് കിട്ടും. അതുപോലെ തന്നെ ഒരു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള മുറിയുണ്ട്. അതുപോലെ തന്നെ റിസർച്ച്, തീസിസ്, അങ്ങനെ കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തീസിസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഹാള് കൂടെ അവിടെ ഉണ്ട്. അത് കൂടുതലായിട്ട് PhD-കാരൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഹാള് സെൻട്രൽ ലൈബ്രറീന്റെ പുറകിലായിട്ട് സാധാരണ ഉള്ള ഒരു റീഡിംഗ് ഹാള് കൂടാതെ തന്നെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഹാൾ ഉണ്ട്. അവിടെ നമുക്ക് വിവിധ സബ്ജക്റ്റുകളിലുള്ള സ്പെഷ്യൽ പുസ്തകങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ബുക്സ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതൊക്കെ അവിടെ ഫ്രീ വൈഫൈ ഫെസിലിറ്റീസും AC ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെയാണ് അവിടെ ഉള്ള ഒരു മൊത്തത്തിൽ ലൈബ്രറീന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ നമ്മള് സ്പോർട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ജാമ്യക്കൊരു എന്താ പറയാ, ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ട്. അവിടെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടും ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും, അതുപോലെ തന്നെ അതെ, വേറെയും ഒരുപാട് ഗെയിംസിനും അതുപോലെ തന്നെ അത്ലറ്റിക്സിനൊക്കെ അവർക്ക് ട്രെയിനിങ് എടുക്കാനൊക്കെ ഉള്ള രീതിയിലുള്ള ഫെസിലിറ്റീസ് ഉണ്ട്.
അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലും അഡ്മിഷൻസ് വരുന്നതാണ്. അപ്പൊ അവർക്ക് സ്പെഷ്യലി ട്രെയിനിങ് അവിടെ കംപ്ലീറ്റ്ലി അവർക്ക് ഫ്രീ ആണ്. അവർക്ക് എന്താ പറയാ, ഏഹ് അവർക്ക് ലിഷർ ടൈം, സോറി, അവർക്ക് സ്നാക്സിനൊക്കെയുള്ള ഫണ്ടൊക്കെ മാറ്റി വെക്കലുണ്ട്. അതുപോലെ തന്നെ ഇനി ജാമ്യയിലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ, ജാമ്യക്ക് മെയിൻ ആയിട്ട് ഒരു അൻസാരി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിനിക് ഉണ്ട്. അവിടെ ജാമ്യയിലെ ബോണിഫൈഡ് സ്റ്റുഡൻസിന് അതുപോലെ തന്നെ അധ്യാപകർക്കും ഒക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ആണ് അവിടെ അത് വർക്ക് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അവിടെ തന്നെ പല വിവിധ ടെസ്റ്റുകൾക്ക് ഒക്കെയുള്ള സൗകര്യമുണ്ട്. പല പല സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ഒരു യുനാനി ഫാർമസി ഉണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ജാമ്യന്റെ ഡെന്റിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ ഫെസിലിറ്റീസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമുക്ക് ബോണിഫൈഡ് സ്റ്റുഡൻസിന് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതുപോലെ തന്നെ അവിടെ ഒരു ഫിസിയോതെറാപ്പിന്റെ സൗകര്യവും നമുക്കുണ്ട് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിൽ. ഓൾസോ 24 hours ആംബുലൻസ് സർവീസും നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഹോസ്റ്റൽ ഫെസിലിറ്റീസിനെ പറ്റി പറയാം. ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു 20,000 സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടെങ്കിൽ പോലും 30% മാത്രമാണ് ഇവിടെ ഹോസ്റ്റൽ. 30% വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇവിടെ ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം അടിപൊളി റൂമും നമുക്ക് അവിടെ ആവശ്യമുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ നമുക്ക് റീഡിംഗ് റൂം ഉണ്ടാവും. പഠനത്തിന് മാത്രം ഉതകുന്ന രീതിയിലുള്ള ഒരു ഹാളായിരിക്കും അത്. അതുപോലെ തന്നെ നമുക്കൊരു കോമൺ റൂം ഉണ്ട്. അവിടെ പഠനത്തിനപ്പുറത്തേക്ക് നമുക്ക് സമയം ചിലവഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജിം ഫെസിലിറ്റീസ് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇങ്ങനെ ഉള്ള സൗകര്യങ്ങളാണ്. പിന്നെ നമ്മള് ഇപ്രാവശ്യം ജാമ്യ പുതിയതായിട്ട് കുറച്ച് കോഴ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഇതിൽ കൊടുത്തിട്ടുള്ളത്. എംടെക് ഇൻ ഡാറ്റ സയൻസസ്, എംടെക് ഇൻ സോളിഡ് സ്റ്റേറ്റ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഈ വർഷം ജാമ്യ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത കുറച്ച് കോഴ്സസ്. ഇനി നമ്മള് ജാമ്യയിലെ റിസർവേഷനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവല്ലോ. സോ ഒരു 30% മുസ്ലിംസിന് വേണ്ടിയിട്ടാണ് സീറ്റ്സ് റിസർവ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ അതിനപ്പുറത്തേക്ക് 10% കൂടി മുസ്ലിം സ്ത്രീകൾക്കും 10% മുസ്ലിങ്ങളിൽ നിന്ന് തന്നെയുള്ള OBC അതുപോലെ തന്നെ ST ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്കും കൂടെ സീറ്റ് റിസർവ്ഡ് ആണ്. അതുപോലെ 5% ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടെ സീറ്റ് റിസർവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എന്റെ PPT ഷെയർ ചെയ്തിട്ടുള്ള ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, ബോക്സിങ്, അതുപോലെ ഇത്രയും അത്ലറ്റിക്സ് അല്ലെങ്കിൽ ഗെയിംസിൽ ആയിട്ടുള്ള അതിലൊക്കെ സ്പോർട്സ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്കും ഇവിടെ റിസർവേഷൻ ഉണ്ട്. സോ ഇത്രയും കോഴ്സുകളാണ്, അതായത് BA Honours Turkish Language and Literature, BA Honours Korean Language, BA Honours Urdu, BA Honours Hindi, BA Honours Sanskrit, BA Honours French and Francophone Studies, BA Honours Spanish and Latin American Studies, BSc Honours Multidisciplinary, BSc Honours Applied Mathematics. ഇത്രയും കോഴ്സുകളാണ് ജാമിയ CUET വഴി ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ. ബാക്കിയുള്ള എല്ലാ കോഴ്സുകളും ജാമിയന്റേതായിട്ടുള്ള ഓൺ എൻട്രൻസ് എക്സാം വഴിയാണ് വിദ്യാർത്ഥികളെ എടുക്കുന്നത്. ഇനി നമ്മളുടെ സെഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. എല്ലാവരും എപ്പോഴും ചോദിക്കുന്നതാണ് ജാമ്യന്റെ അപ്ലിക്കേഷന്റെ ഡേറ്റ് കഴിഞ്ഞോ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുള്ളതാണ്. അപ്പോ അഡ്മിഷന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. അത് April 10 വരെ ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. ഇതില് മുന്നേ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളവരുണ്ടോന്ന് അറിയില്ല. ഇൻ കേസ് താല്പര്യമുണ്ട്, ജാമ്യയിൽ പഠിക്കാൻ താല്പര്യമുണ്ട്, എൻട്രൻസ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ 10 വരെ ഡേറ്റ് ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ April 12 മുതൽ 14 വരെ നിങ്ങൾക്ക് ജാമ്യയിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് അവസരമുണ്ട്. അതുപോലെ തന്നെ
ഉം, കുറച്ച് കോഴ്സുകൾ മാത്രം ജാമിയ ഇപ്പൊ ബിടെക് പോലുള്ള കോഴ്സുകൾക്ക് ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ മെയിൻസ് വഴിയാണ് സ്റ്റുഡൻസിനെ എടുക്കുന്നത്. അതുപോലെ തന്നെ BArch കോഴ്സിന് നാറ്റ വഴിയാണ്, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിംഗ് ആൻഡ് ആർക്കിടെക്ട് ടെസ്റ്റിംഗ് ഇൻ ആർക്കിടെക്ചർ, നാറ്റ വഴിയാണ് BArch സ്റ്റുഡൻസിനെ എടുക്കുന്നത്. അതുപോലെ തന്നെ BDS പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നീറ്റിന്റെ സ്കോർ ആണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻട്രൻസ് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് April 26 മുതലാണ്. അതുപോലെ അഡ്മിറ്റ് കാർഡ് വന്നോന്നും എക്സാമിന് കൊടുത്തിട്ട് അഡ്മിറ്റ് കാർഡ് എപ്പോഴാ വരിക, എങ്ങനെ വരിക എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ അഡ്മിറ്റ് കാർഡ് വരാൻ നിങ്ങൾ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടാവും. അത് ഓരോ നിങ്ങളുടെ എൻട്രൻസ് ടെസ്റ്റിന്റെ ഒരാഴ്ച മുന്നേ മാത്രമാണ് അത് വരുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോ +2 കഴിഞ്ഞിട്ട് ജാമ്യയില് BA അല്ലെങ്കിൽ BSc ഒക്കെ പഠിക്കാൻ ഡിഗ്രിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നവര് റിസൾട്ട് അവൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാവും കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ UG കഴിഞ്ഞ് PGക്ക് ഇവിടെ പഠിക്കാൻ താല്പര്യപ്പെടുന്നവര് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ക്വാളിഫയിങ് ആയിട്ടുള്ള എക്സാമിന്റെ റിസൾട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് April 31 വരെയാണ്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ജാമ്യയിലെ ഒരുവിധം എൻട്രൻസ് ടെസ്റ്റുകളുടെ സെന്റർ എന്ന് പറയുന്നത് ജാമ്യ തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് മാത്രമേ എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ കുറച്ച് കോഴ്സുകൾ, ചില കോഴ്സുകൾ മാത്രം ഇപ്പോ ഞാനിവിടെ എന്റെ സ്ക്രീനിൽ കാണുന്ന ഇത്രയും കോഴ്സുകൾക്ക് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ എൻട്രൻസ് ടെസ്റ്റ് സെന്റേഴ്സ് കാണാൻ പറ്റും. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ വരുന്നത് കാലിക്കട്ട് ആണ്. മുന്നേ തിരുവനന്തപുരം ആയിരുന്നു. ഇപ്പൊ കാലിക്കട്ട് സെന്റർ ഉണ്ട്. അപ്പോ ഇത്രയും കോഴ്സിന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് സെന്റർ ആയിട്ട് കേരളത്തില് കാലിക്കട്ട് കൊടുക്കാം. ഓക്കെ. 2025 ആപ്ലിക്കേഷനിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആപ്ലിക്കേഷൻ കൊടുക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ ആദ്യം ഒരു പ്രൊഫൈൽ ഉണ്ടാക്കേണ്ടതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആക്കണം. അതിനുശേഷമാണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരിക. അതുപോലെ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ NSS അല്ലെങ്കിൽ NCC പോലെയുള്ള ഇതിലൊക്കെ അംഗങ്ങളായിട്ട് ഉണ്ടെങ്കിൽ അതും നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ് ജാമ്യയിൽ അഡ്മിഷന്. അതിനൊക്കെ സ്പെസിഫിക് ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഇപ്പൊ NSSലാണെങ്കിൽ ഇത്ര അവേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം, 10 days ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം എന്നൊക്കെയുള്ള ക്രൈറ്റീരിയ ഉണ്ട്. NCCക്ക് ആണെങ്കിലും ക്യാമ്പ് സംഭവങ്ങൾ വരുന്നുണ്ട് ക്രൈറ്റീരിയ ആയിട്ട്. പിന്നെ ജാമ്യന്റെ മൊത്തത്തിൽ അഡ്മിഷനിലേക്ക് വരുമ്പോ ഒരു മിനിറ്റ്, ജാമ്യയില് മൊത്തത്തില് അഡ്മിഷന്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 സൈറ്റ് എന്ന് പറയുന്നത് JMI.COE.in അതുപോലെ തന്നെ JMI.AC.in ആണ്. ഇതിലാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ സിലബസ് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജാമ്യന്റെ പ്രോസ്പെക്ടസ് ചെക്ക് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഈ സൈറ്റുകളാണ്. പിന്നെ ജാമ്യന്റെ ഒരു എക്സാം പാറ്റേണിനെ പറ്റി പറയുകയാണെങ്കിൽ അതില് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രം വരുന്ന എൻട്രൻസ് ടെസ്റ്റുകൾ ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവും ഇൻക്ലൂഡ് ആയിട്ടുള്ളതുണ്ട്. ഇപ്പൊ എന്റെ BA ഓണേഴ്സ് സൈക്കോളജി ഒക്കെ പറയുകയാണെങ്കിൽ അത് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ MCQ മാത്രം വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ തന്നെ OMR ഷീറ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതിലാണ് നമ്മൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവല്ലോ, OMR ഷീറ്റിൽ നമ്മൾ ആൻസേഴ്സ് ഓപ്ഷൻസ് ഘടിപ്പിക്കുന്ന രീതിയിലാണ് അതിന്റെ ഒരു രീതി വരുന്നത്. അതിൽ നമുക്കൊരു കാർബൺ കോപ്പി അവൈലബിൾ ആയിരിക്കും. നമുക്കത് വീട്ടിലേക്ക് കൊണ്ടുവരാം. നമുക്ക് പിന്നെ നമ്മളുടെ റിസൾട്ട്, നമ്മളെ മാർക്സ് ചെക്ക് ചെയ്യാനും അല്ലെങ്കിൽ
ആൻസർ കീ ചലഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളുടെ കാർബൺ കോപ്പി. അതുപോലെ തന്നെ ഒരുവിധം MCQസിന്റെ ഇതെന്ന് പറയുന്നത് മാർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മാർക്ക് ഒരു റൈറ്റ് ആൻസറിനും അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. 0.25 ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചില എക്സാമുകൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഉത്തരങ്ങൾ വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടാകും. അതുപോലെ തന്നെ ചില കോഴ്സുകൾ ഇപ്പോ MA സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ MA സോഷ്യോളജി, MBA പോലുള്ള കോഴ്സുകൾക്ക് നമുക്ക് എന്ത് വരുന്നുണ്ട്, ഇന്റർവ്യൂ വരുന്നുണ്ട്. അപ്പോ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ഇത്രയൊക്കെയാണ് എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത്. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് അത് പറഞ്ഞു തരാൻ സാധിക്കും. ഇനിയിപ്പോ ഇൻ കേസ് എനിക്ക് പറഞ്ഞു തരാൻ കഴിയാത്തത് ഉണ്ടെങ്കിൽ ഞാൻ എന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മെസ്സേജ് അയച്ചിട്ടോ വിളിച്ചിട്ടോ നമുക്ക് ഞാൻ അറിയുന്ന ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ഹലീന, സെഷൻ നന്നായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നീ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളെ പറ്റി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി വേറെ ഇതല്ലാണ്ട് ഇതിന് പുറമെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാവുന്നതാണ്. എക്സാമിന്റെ കാര്യം ഒന്നും അതൊന്നും ക്ലിയർ ആയില്ല. എക്സാമിന്റെ കാര്യം എന്താണ് അറിയേണ്ടത് കൃത്യമായിട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു. MCQന്റെ പറഞ്ഞില്ലേ കാർബൺ ആ സംഭവം. അതായത് ജാമ്യയില് അധികവും വരുന്നത് MCQ ക്വസ്റ്റ്യൻസ് ഉള്ള എന്താ എക്സാം ആണ് ഫോളോ ചെയ്യുന്നത്. കുറച്ച് ഇപ്പൊ ഇംഗ്ലീഷ് ഒക്കെ പോലുള്ള വിഷയങ്ങൾക്ക് മാത്രം അങ്ങനെ കുറച്ച് കുറച്ച് വിഷയങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഉത്തരങ്ങൾ വരുന്ന ചോദ്യങ്ങൾ വരും. ബാക്കിയൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിന് നമുക്ക് ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുകയും അതിൽ OMR ഷീറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതിൽ നമ്മൾ ആൻസേഴ്സ് ബബിൾ ചെയ്ത് കൊടുക്കലാണ്. അപ്പോ അതിങ്ങനെ ഘടിപ്പിച്ച് കൊടുക്കുമ്പോൾ അത് കമ്പ്യൂട്ടർ വഴിയാണ് അവർ നമ്മളുടെ ആൻസർ ഷീറ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്നത്. അതില് നമുക്ക് അതിന്റെ ഒരു കാർബൺ കോപ്പി, അതായത് അതിന്റെ അടിയിലൊരു കാർബൺ കോപ്പി ഉണ്ടാവും. നമ്മൾ ബബിൾ ചെയ്തത് ഏതാണെന്ന് നമുക്ക് ഏകദേശം നമുക്ക് ആ ഒരു സാധനം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമ്മള് ഓരോ ചോദ്യത്തിനും നമ്മൾ ഏതാണ് ആൻസർ ചെയ്തതെന്ന് നമുക്ക് പിന്നീട് മറന്നുപോയാലും നമുക്കത് നോക്കിയാൽ മനസ്സിലാവും. അതനുസരിച്ച് നമുക്ക് സ്കോർ ആൻസർ കീ വരുമ്പോൾ അത് ആൻസർ കീ ഔട്ട് ആവുമ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് നമ്മളുടെ സ്കോർ ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് ആൻസർ കീ ഒക്കെ ചലഞ്ച് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ചോദ്യത്തിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെ ഉത്തരത്തില് അവർ ആൻസർ കീയിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ കീ ചലഞ്ച് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് അത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, സീറ്റ്സ് എത്രയാന്ന് ചോദിച്ചിട്ട്. യെസ് ഞാൻ കണ്ടു. സീറ്റ്സ് എത്രയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ യൂഷ്വലി 40 സീറ്റ്സ് 60 സീറ്റ്സ് ഒക്കെയാണ് വരുന്നത്. അത് ഓരോ കോഴ്സിനും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് അറിയണമെങ്കിൽ JMI.ac.in എന്ന് പറയുന്ന ഒന്ന് നോട്ട് ചെയ്തോളൂ. വേണമെങ്കിൽ JMI.ac.in എന്ന് പറഞ്ഞ സൈറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ജാമ്യന്റെ 2025-26 വർഷത്തിലേക്കുള്ള അധ്യയന വർഷത്തിലേക്കുള്ള ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രോസ്പെക്ടസ് കാണാൻ പറ്റും. ജാമ്യന്റെ പ്രോസ്പെക്ടസ് ഒത്തിരി പേജുകളൊക്കെയുള്ള പ്രോസ്പെക്ടസ് ആണ്. അതിൽ കൃത്യമായിട്ട് ഓരോ ഫാക്കൽറ്റീസ്, ഇപ്പൊ സോഷ്യൽ സയൻസ് ഫാക്കൽറ്റി, നാച്ചുറൽ സയൻസ്, അങ്ങനെ ഓരോന്നിന്റെയും അണ്ടറിൽ എത്രയൊക്കെ കോഴ്സുകൾ ഉണ്ട്, അതിൽ എത്ര സീറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ എത്ര ഫീസ് ആണ് വരുന്നത്, അത് ജാമ്യയിൽ ഇയർലി ഫീസ് സ്ട്രക്ചർ ആണ് വരുന്നത്. അപ്പൊ അത് എത്രയുണ്ട്, അതുപോലെ തന്നെ എത്ര സീറ്റ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റും. പിന്നെ കട്ട് ഓഫിന്റെ കാര്യം പറയുമ്പോൾ അത് ഓരോ വർഷം ഡിഫറെന്റ് ആവും. അത് എത്ര കുട്ടികള് എക്സാമിന് അപ്പിയർ ചെയ്യുന്നു, അതിനനുസരിച്ച് പിന്നെ പേപ്പർ ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ
അതിനനുസരിച്ച് കട്ട് ഓഫ് കുറയാൻ സാധ്യതയുണ്ട്. പേപ്പർ എളുപ്പമാവുന്നതിനനുസരിച്ച് കട്ട് ഓഫ് കൂടും. എടാ അവിടെ ഇങ്ങനെ റാഗിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ? റാഗിങ് ഒരിക്കലും ഇല്ല. റാഗിങ് ഈസ് ഇക്വൽ ടു എക്സ്പെൽഷൻ എന്നാണ് നമ്മളെ ഒരു തിയറി എന്ന് പറയുന്നത് ജാമ്യക്കാരുടെ. സോ ഒരു രീതിയിലുള്ള റാഗിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശീലങ്ങളൊന്നും ജാമ്യക്കാർക്കില്ല. അപ്പൊ ധൈര്യമായിട്ട് പോരാം. ബികോം എങ്ങനെ സ്പെസിഫിക് ആയിട്ട് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കൃത്യമായിട്ടുള്ള ധാരണ തരാൻ സാധിക്കില്ല. എന്നെ ഇത് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്പർ പറഞ്ഞുതരാം എന്റെ. സോ ഐ ക്യാൻ കണക്ട് ടു സംവൺ ഫ്രം കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് അവരുടെ അടുത്ത് നേരിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാം അവരെങ്ങനെ ആണ്, ലൈക്ക് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് നോക്കി തന്നെ വരുന്നതാണ് നല്ലത്. ഇപ്പൊ ജാമ്യ മൊത്തത്തിൽ അടിപൊളിയാണ്, ജാമ്യന്റെ ലെഗസി ഉണ്ടെന്നൊക്കെ പറയെങ്കിലും ഐ സജസ്റ്റ് നിങ്ങള് ഡിപ്പാർട്ട്മെന്റ്, നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ഏത് കോഴ്സാണോ പഠിക്കാൻ നോക്കുന്നത് ആ പെർട്ടിക്കുലർ കോഴ്സ് ഇവിടെ ഉള്ള ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാണ് ബെറ്റർ. പ്ലേസ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കോഴ്സിനും പ്ലേസ്മെന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് മോസ്റ്റ്ലി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പ്ലേസ്മെന്റ് ഉണ്ട്. ഇപ്പൊ എന്റെ സൈക്കോളജിയിലുണ്ട്, സോഷ്യൽ വർക്കിലുണ്ട്, അങ്ങനെ അങ്ങനെ ഒരുപാട് ഇതുണ്ട്. പിന്നെ ഒരുപാട് ഇതും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് പേർക്ക് ജാമ്യന്ന് പലതരത്തിലുള്ള ഇന്റർനാഷണൽ സ്കോളർഷിപ്സ് എസ്പെഷ്യലി ഫുള്ളി ഫണ്ടഡ് ഒക്കെ കിട്ടി പോകുന്ന ആൾക്കാരുണ്ട്, ഒത്തിരി പേരുണ്ട്. സോ അതും ഒരു നല്ലൊരു കാര്യമാണ് ജാമ്യനെ പറ്റി പറയുമ്പോൾ. ഒരുപാട് പേർക്ക് അങ്ങനെ ഒത്തിരി സ്കോളർഷിപ്സ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യത, അല്ലെങ്കിൽ നല്ല സമ്മർ ക്യാമ്പ്സ് ഒക്കെ ഫുള്ളി ഫണ്ടഡ് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇതുകൂടെ ഞാൻ ആഡ് ചെയ്യാണ്, നമ്മൾ മലയാളീസിന്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ, സ്മൃതി എന്നാണ് പറയുന്നത്. ഇപ്പൊ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ഇപ്പൊ DUല് സർഗ മൈത്രി ഒക്കെ ഉള്ള പോലെ അങ്ങനെ നമുക്കും ഇവിടെ ഒരു സ്മൃതി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പൊ നിലവിൽ 400+ സ്റ്റുഡൻസ് മലയാളീസ് ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സോ സ്മൃതിന്റെ കീഴിൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജാമ്യയിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ അസിസ്റ്റൻസ് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് മൊത്തത്തിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അവരുടെ തന്നെ എൻട്രൻസ് ആണ് മോസ്റ്റ്ലി. കുറച്ച് കോഴ്സുകൾ മാത്രമാണ് CUET വഴി ജാമ്യയിൽ ഓഫർ ചെയ്യുന്നത്. ബാക്കിയൊക്കെ ജാമ്യന്റെ ഓൺ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട് ഇവിടെ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഞാൻ എന്റെ നമ്പർ പറഞ്ഞു തരാം. ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണം, പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നേരിട്ട് വിളിക്കാം. ഞാൻ പറഞ്ഞു തരാം. ഒന്ന് നോട്ട് ചെയ്തോളൂ, ഞാൻ ടൈപ്പ് ചെയ്തിടാം, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാം. അപ്പൊ നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി ആവശ്യമുള്ളവർ. എടാ ചാറ്റ് ബോക്സിൽ അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ. ലാസ്റ്റ് എന്തായിരുന്നു ചോദിച്ചത്? ജാമ്യയില് സൈക്കോളജി BA ആണോ MA ആണോ? BA യിലാണെങ്കിൽ ഒരു കഴിഞ്ഞ വർഷം മുന്നേ വരെ ജാമ്യയില് BA ഓണേഴ്സ് സൈക്കോളജി, സോഷ്യോളജി, അതുപോലെ തന്നെ ജിയോഗ്രഫി വരുന്നത് ഒറ്റ ഇതിന്റെ കീഴിലായിരുന്നു. ഒരു B55 എന്ന് പറഞ്ഞ കോഡിന്റെ ഇതില് ഈ 3 കോഴ്സുകളിലേക്കും കൂടെ ഒറ്റ എക്സാം ആയിരുന്നു ജാമ്യന്റെ. പക്ഷെ അത് സിലബസ് വന്നിരുന്നത് ജനറൽ അവയർനെസ്, സോഷ്യൽ അവയർനെസ്,
ലോജിക്കൽ റീസണിങ്, മെന്റൽ എബിലിറ്റി വരുന്നതും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ് ആയിരുന്നു, ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നത്. പക്ഷെ ഇപ്പോ അത് മാറി. ഇപ്പോ സൈക്കോളജിന്നും സോഷ്യോളജിന്നും ജോഗ്രഫിന്നും ചോദ്യങ്ങൾ വരുന്ന രീതിയിലുള്ള സിലബസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം എൻട്രൻസ് എഴുതിയവർക്ക് പറ്റിയ ഒരു ഭയങ്കര അബദ്ധമാണ്. അതായത് മുൻ വർഷങ്ങളിലെ സിലബസ് എക്സ്പെക്ട് ചെയ്തിട്ട് പോയി ആ ഒരു രീതിയിൽ പഠിച്ച് MCQ ഒക്കെ നോക്കി പോയി എഴുതി. പക്ഷെ സംഭവിച്ചത് എന്താ വെച്ചാൽ സിലബസ് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അത് എക്സാമിന്റെ വളരെ കുറച്ച് മുന്നേ ആയിട്ട് എന്തോ ആണ് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അതിപ്പോ കുറെ പേര് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എൻട്രൻസ് എഴുതി കഴിഞ്ഞ് പേപ്പർ കണ്ടപ്പോ ഒരുപാട് കുട്ടികൾ ഞെട്ടിപ്പോയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ജാമ്യയിലെ എൻട്രൻസ് എഴുതുന്നുണ്ടെങ്കിൽ സിലബസ് ജാമ്യന്റെ സൈറ്റിൽ തന്നെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. പിന്നെ ഫ്രീക്വന്റ് സൈറ്റ് വിസിറ്റ് ചെയ്യുക, അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ജാമ്യയില് PGക്ക് സിലബസ് വരുന്നത് ഇപ്പൊ CUTന്റെ ഒക്കെ സിലബസ് വരുന്ന പോലെ തന്നെ ഒരുവിധം എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിലുള്ള സിലബസ് തന്നെയാണ്. പിന്നെ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. CUT വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജാമ്യ കുറച്ചും കൂടി എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പിന്നെ ഇവിടെ സൈക്കോളജിയിൽ ഒരുപാട് മലയാളീസ് ഉണ്ട്. അതുപോലെ തന്നെ മൊത്തത്തിൽ ജാമ്യയിൽ ഒരുപാട് മലയാളി പ്രൊഫസേഴ്സും ഉണ്ട്, പല പല ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട്. ഈവൻ ഡീനായിട്ടും HOD ആയിട്ടൊക്കെ വരെ നമ്മളുടെ മലയാളി പ്രൊഫസേഴ്സ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മുൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി VC ആയിരുന്ന ഗോപിനാഥ് സർ ഒക്കെ ഇവിടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഒരുപാട് നല്ല മലയാളി പ്രൊഫസേഴ്സും ഇവിടെ ഉണ്ട്. എല്ലാവരും നമ്മൾ മലയാളി കുട്ടികളുമായിട്ട് ഒരുപാട് സഹകരിക്കുന്ന, നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഫസേഴ്സ് ആണ്. സോ അതുകൂടെ ഞാൻ ആഡ് ചെയ്യാണ്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഞാൻ മിസ് ചെയ്തോ? സോഷ്യൽ വർക്കിനെ പറ്റി ചോദിച്ചതും കൂടെ ഞാൻ പറഞ്ഞുതരാം. സോഷ്യൽ വർക്കും ജാമ്യന്റെ എൻട്രൻസ് വഴിയാണ് നടത്തുന്നത്. അതില് ഒരു സിലബസ് ആണ്. ഇപ്പോ നിലവില് മലയാളീസ് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയേഴ്സും MA ഫസ്റ്റ് ഇയർ ആയിട്ടും സെക്കൻഡ് ഇയർ ആയിട്ടൊക്കെ 5 മലയാളീസ് ഒരു ബാച്ചിലും 4 മലയാളീസ് ഒരു ബാച്ചിലായിട്ട് അത്യാവശ്യം മലയാളീസ് ഉണ്ട്. പിന്നെ MSWക്ക് ഇന്റർവ്യൂവും കൂടെ ഉണ്ട്. എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത ആൾക്കാരെ ഇന്റർവ്യൂവിന് വിളിക്കും. അതൊന്നും കൂടെ അവരൊന്ന് ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നതാണ് MSW. ആൻഡ് MSW ഇവിടുത്തെ ജാമ്യയിലെ വൺ ഓഫ് ദ അടിപൊളി ഡിപ്പാർട്ട്മെന്റ് ആണ്. നല്ല ഫീൽഡ് വർക്കും കാര്യങ്ങളും ഒക്കെ ഉള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. പ്ലേസ്മെന്റും ഉണ്ട്. പിന്നെ ഒരുപാട് ഇതും വരുന്നതാണ്, ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, ഫോറിൻ എക്സ്ചേഞ്ച് ആയിട്ടും സംഭവിക്കലുണ്ട്. അതായത് ഇപ്പൊ ജർമ്മനിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസിൽ നിന്നൊക്കെ വന്ന് പിള്ളേര് വന്ന് ഇവിടെ പഠിക്കുന്ന ഒരിതുണ്ട്. അപ്പൊ ഇവിടെ നിന്നുള്ള ആൾക്കാരും അവരുടെ കൺട്രിയിൽ പോയിട്ട് പഠിക്കുകയും ചെയ്യും. ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാംസും നടക്കലുണ്ട്. അതുപോലെ തന്നെ ജാമ്യയില് വേറെയും പല പല ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് സ്റ്റുഡൻസ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ബംഗ്ലാദേശിനാണെങ്കിലും കൊറിയന്നാണെങ്കിലും അതുപോലെ തന്നെ ആഫ്രിക്കയിൽ നിന്നൊക്കെ ആണെങ്കിലും ഒരുപാട് ആൾക്കാർ വന്ന് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് നമ്മളുടെ ജാമ്യയിൽ പഠിക്കുന്നുണ്ട്. ആൻഡ് അവർക്ക് സ്പെഷ്യലി ഒരു ഹോസ്റ്റലും ഒക്കെ ഉണ്ട് അവരുടെ ഫെസിലിറ്റീസിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ആൻഡ് അവർക്ക് സ്റ്റൈഫൻഡും കിട്ടുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ ക്വസ്റ്റ്യൻസ്? ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുഡ് അടിപൊളി. കാരണം ജാമ്യയിലെ ക്യാൻറ്റീൻ എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പൊ പുറത്ത് വേറെ DUലെ പല പല കോളേജുകളിലായിട്ട് യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്ന പിള്ളേർ വന്നിട്ട് പറയും ഇവിടുത്തെ ഫുഡാണ് ഏറ്റവും അടിപൊളി ഫുഡ് എന്ന്. ഒരുവിധം നല്ല നോൺ വെജ് ഒക്കെ കിട്ടുന്ന, ഒരുപാട് നല്ല വെറൈറ്റി സാധനങ്ങൾ കിട്ടുന്ന ക്യാൻറ്റീനാണ് നമ്മളുടേത്. അത് ഒരുപാട് ക്യാൻറ്റീൻസ് ഉണ്ട് ഇവിടെ. സെൻട്രൽ ക്യാൻറ്റീൻ ഉണ്ട്, 7th ഗേറ്റില് 8th ഗേറ്റില് വേറെ ഒരുപാട് ക്യാൻറ്റീൻസ് ഉണ്ട്. പല പല ഏരിയയിൽ ഒരുപാട് ക്യാൻറ്റീൻസ് ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഹോസ്റ്റലിലെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിലും അത്യാവശ്യം നല്ല മെനു ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. നൈസാണ്.
അതെന്തെങ്കിലും. ഇപ്പൊ നിലവില് എല്ലാ കോഴ്സുകളിലേക്കുമുള്ള ആപ്ലിക്കേഷന്റെ സമയമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബികോമിനുള്ളതും ഇപ്പൊ തന്നെയാണ് നടക്കുന്നത് തോന്നുന്നു. വെക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ വെക്കേഷൻ ബി എക്കാർക്ക് കാര്യമായിട്ട് വെക്കേഷൻ ഒന്നും കിട്ടലില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് അതിന് മാത്രം ഓരോ സെം എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അധികം ബ്രേക്കൊന്നും നമുക്ക് കിട്ടലില്ല. പെട്ടെന്ന് ക്ലാസ്സസ് തുടങ്ങലുണ്ട്. പിന്നെ നമ്മള് അങ്ങനെ പെട്ടെന്ന് ഇവിടെ അറ്റൻഡൻസ് വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് നാട്ടിലൊക്കെ നിന്നിട്ടാണ് വരാറുള്ളത്. ബികോമിൻ്റെത് ജാസ്മിൻ എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ എന്റെ നമ്പർ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ബികോമില് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. എനിത്തിങ് എൽസ്? സ്കോളർഷിപ്സും അടിപൊളിയായിട്ട് സ്കോളർഷിപ്സ് ഇവിടെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇപ്പോ നോർമലി എല്ലാവർക്കും കിട്ടുന്ന മാതിരിയുള്ള സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ OBC സ്കോളർഷിപ്പ്, അതൊക്കെ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജാമ്യയിലെ അലുമിനീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആജ്മി പോലെയുള്ള സ്കോളർഷിപ്സും അവൈലബിൾ ആണ്. അപ്പോ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ ജാസിം, ഞാൻ ഒന്നും കൂടെ നമ്പർ ഷെയർ ചെയ്യാം. ക്ലാസ്സസ് നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലൊക്കെയാണ് ആവാറ്. ഇപ്പോ എന്തെങ്കിലും ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ജാമ്യന്റെ റിസൾട്ടും ജാമ്യക്കാര് പറയാറുള്ളത് എൻട്രൻസിന്റെ റിസൾട്ട് ഒക്കെ 20 ഡേയ്സിൽ റിസൾട്ട്സ് തരുന്നതാണ്. പക്ഷെ അങ്ങനെ 20 ഡേയ്സിൽ അങ്ങനെ എപ്പോഴും വരാറില്ല, കുറച്ച് സമയം എടുക്കലുണ്ട്. അങ്ങനെ. ഇവിടെ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഷൈജോട്ടൻ. അതിലെല്ലാരും ജോയിൻ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. കാരണം വെച്ചാൽ ഇനി വരുന്ന സെഷൻസ് ഓരോ യൂണിവേഴ്സിറ്റികളെ പറ്റിയിട്ടും അറിയാൻ വേണ്ടി നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നല്ലതായിരിക്കും. അതുകൊണ്ട് മാക്സിമം ഇവിടെയുള്ള ആൾക്കാർക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അനീന, വെക്കേഷൻ്റെത് ഞാൻ മെൻഷൻ ചെയ്തായിരുന്നു. BA-ക്കാർക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് വെക്കേഷൻ കിട്ടാറില്ല. അതായത് ഒരു സെം എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ബ്രേക്ക് നമുക്ക് കിട്ടാറില്ല. ഒരു 15 ഡേയ്സ് ഒക്കെയാണ് നോർമലി കിട്ടല്. അപ്പൊ നമുക്ക് ഇപ്പോ ഡൽഹിയിൽ നിന്ന് നാട്ടിൽ പോയിട്ട് ട്രെയിനിൽ തന്നെ നമ്മൾ 2 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യുന്നവരുണ്ട്, ഫ്ലൈറ്റിന് പോകുന്നവരുണ്ട്. എന്നാലും നോർമലി അതും വിദ്യാർത്ഥികളെ ട്രെയിനാണ് പോലെ. അപ്പൊ ഒരു 2 ദിവസം ട്രാവൽ ഉണ്ടല്ലോ. അപ്പൊ നമുക്കൊരു 4-5 ദിവസം അങ്ങനെ ട്രാവലിംഗ് തന്നെ പോവാം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ നമ്മള് ഒരുവിധം സ്റ്റുഡൻസും കുറച്ച് നാട്ടിൽ നിന്നൊക്കെ ആണ് വരാറുള്ളത്. ചിലര് മാത്രം അറ്റൻഡൻസ് അങ്ങനെ ക്ലാസ് കേൾക്കണം എന്നുള്ളവർ അങ്ങനെ നേരത്തെ വരലുണ്ട്. പിന്നെ അറ്റൻഡൻസ് വലിയ സീനാക്കലില്ല ഇവിടെ. പിന്നെ MA-ക്കാർക്ക് കുറച്ചും കൂടി ബ്രേക്ക് കിട്ടലുണ്ട്. അവരുടെ എക്സാംസ് യൂഷ്വലി നേരത്തെ കഴിയാറുണ്ട്. മാസ്റ്റേഴ്സ് പഠിക്കുന്ന ആൾക്കാരുടെ എക്സാംസ് വേഗം കഴിയും. സോ അവർക്ക് കുറച്ചധികം 1 മാസം 1.5 മാസം ഒക്കെ ബ്രേക്ക് കിട്ടലുണ്ട്. അപ്പൊ അവർക്ക് കുറച്ച് സമയം എടുത്ത് നാട്ടിൽ നിന്ന് വന്നാൽ മതി എന്നുള്ള അവസ്ഥയാണ്. അങ്ങനെ. 75% അറ്റൻഡൻസ് ആണ് യൂഷ്വലി പറയുന്നത്. അപ്പോ കഴിഞ്ഞ വർഷം വരെ അത് കൃത്യമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല.
ചില ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര പ്രശ്നം ഉണ്ടാവലുണ്ട്. ഇപ്പോ BA സോഷ്യൽ സയൻസിന്റെ ഫാക്കൽറ്റിക്ക് കീഴിൽ വരുന്ന കോഴ്സുകളിൽ അറ്റൻഡൻസ് വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. പക്ഷെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഇപ്പോ ഫാക്കൽറ്റി ഓഫ് സയൻസിന്റെ അണ്ടറിലൊക്കെ വരുന്ന ഡിപ്പാർട്ട്മെന്റ്സിൽ അവിടെ നല്ല പ്രശ്നമാവലുണ്ട്. അവർക്ക് അറ്റൻഡൻസ് വളരെ മസ്റ്റ് ആണ്. 75-80% ഒക്കെ അത്യാവശ്യമായിട്ട് വരലുണ്ട്. പിന്നെ ഇപ്പൊ BARC പോലെയുള്ള കോഴ്സുകളിൽ അത്യാവശ്യം നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടെ. BARC, ഡെന്റിസ്ട്രി, എഞ്ചിനീയറിംഗ് ഒക്കെ. അപ്പൊ അവിടെയൊക്കെ അറ്റൻഡൻസ് കുറച്ച് അധികം പ്രശ്നമാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള അറ്റൻഡൻസ് അവർ ഫോളോ ചെയ്യലുണ്ട്. അതുപോലെ ലോയിലും അറ്റൻഡൻസ് കുറച്ച് അവർ ശ്രദ്ധിക്കാറുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. NEP വന്നിട്ട് കറക്റ്റ് പ്രശ്നം, അതായത് ഞാൻ പഠിക്കാൻ തുടങ്ങുമ്പോ NEP വന്നിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ വർഷം വന്ന ഇപ്പോഴാണ് NEP ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷമാണ് ഇവിടെ NEP ഇംപ്ലിമെന്റ് ചെയ്തത്. സോ എനിക്ക് ഫീൽ ചെയ്തെന്നാണ്, ഇപ്പൊ നമ്മൾ സൈക്കോളജിയിലൊക്കെ പഠിക്കുന്ന തേർഡ് ഇയറിൽ പഠിക്കുന്ന വിഷയങ്ങളൊക്കെ പേപ്പറുകളൊക്കെ ഇവർക്ക് ഫസ്റ്റ് ഇയറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോ NEP ഇവിടെ എത്രത്തോളം സക്സസ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോ അതാണിപ്പോ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പോഴത്തെ ഒരു നിലവിലെ അവസ്ഥ വെച്ചിട്ട് NEP പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ നമുക്ക് 3 വർഷത്തെ കോഴ്സാണ്. 3 വർഷം കൊണ്ട് ഓണേഴ്സ് കിട്ടും നമ്മളുടെ സൈക്കോളജി, സോഷ്യോളജി. ഇപ്പൊ നിലവില് സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ 4 വർഷം പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് കൊണ്ട് നമ്മളിപ്പോ ബ്രിഡ്ജ് കോഴ്സിന് ഇങ്ങനെ നമ്മൾ അതിന്റെ കാര്യങ്ങളായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഇതുവരെ ഒരു യൂണിവേഴ്സിറ്റിയും ബ്രിഡ്ജ് കോഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ അത് എത്രത്തോളം നമ്മളുടെ ശ്രമങ്ങള് സക്സസ് ആവുമെന്ന് അറിയില്ല. നമ്മളതിന് ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ബ്രിഡ്ജ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ബട്ട് അത് ഒരു ഉറപ്പില്ലാത്ത സംഭവമാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഒരെണ്ണം കൂടി ഉണ്ടല്ലേ, ഞാൻ അതും കൂടെ ക്ലിയർ ചെയ്യാം. യൂഷ്വലി എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ഒരു എമൗണ്ട്, നമ്മൾക്ക് എൻട്രൻസിന് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 700 രൂപയാണ്. അത് അതിൽ തന്നെ ചില ഫാക്കൽറ്റീസിന്റെ അണ്ടറിലുള്ള, അതായത് ലോ, ഡെന്റിസ്ട്രി, ആർക്കിടെക്ചർ പോലുള്ള ടെക്നിക്കൽ പ്രൊഫഷണൽ കോഴ്സസിലൊക്കെ വരുന്നതിൽ 1000 രൂപ എന്തോ ആണെന്ന് തോന്നുന്നു. 1000-ഓ 1100 എന്തോ ആണ്, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. 1000 ആണെന്ന് തോന്നുന്നു. അവർക്ക് 1000 രൂപയും ബാക്കിയുള്ള എല്ലാ ഫാക്കൽറ്റീസിനും 700 രൂപയാണ് വരുന്നത്. അതായത് നമ്മൾ എൻട്രൻസിന് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ. പക്ഷെ നമ്മളിപ്പോ രണ്ട് സബ്ജക്റ്റിന്, 2 കോഴ്സിനൊക്കെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ 3 കോഴ്സിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓരോ കോഴ്സിനനുസരിച്ച് നമ്മൾ ഇപ്പോ ഈ 2 കോഴ്സിനുണ്ടെങ്കിൽ 700-ന് പകരം നമ്മൾ 1400 കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ എത്ര എണ്ണം കൂട്ടുന്നോ അതിനനുസരിച്ച് നമുക്ക് എക്സ്ട്രാ പൈസ പേ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ കട്ട് ഓഫ് ഞാൻ പറഞ്ഞല്ലോ, അത് ഓരോ വർഷവും വ്യത്യാസമായിരിക്കും. അപ്പോ അതില് ഫിക്സഡ്, അത് ജാമ്യ എന്നല്ല, എല്ലാ എൻട്രൻസിനും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ CUT ആണെങ്കിലും എല്ലായിടത്തും അത് ഡിഫറെന്റ് ആയിട്ട് തന്നെ വരും കട്ട് ഓഫ്. എല്ലാ വർഷവും അത് മാറും. ഇനി ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. പാർവതി, ഞങ്ങളുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യട്ടെ? ബിജോയ് ഹിന്ദുവിലെ കട്ട് ഓഫ് ചോദിക്കുന്നുണ്ട്. DUലെ ഹിന്ദു കോളേജിന്റെ കാര്യമായിരിക്കും ചോദിക്കുന്നത്. അതും നമുക്ക് കട്ട് ഓഫ് ഒന്നും പറയാൻ പറ്റില്ല, അത് ഓരോ വർഷം മാറും. പിന്നെ അത്രയാണ് പറയാനുള്ളത്.
വേറെ ആർക്കും ഡൗട്ട് ഇല്ലെങ്കിൽ സെഷൻ വൈൻഡപ്പ് ചെയ്യട്ടെ. അലീന, എങ്ങനെയാണ് സെഷൻ വൈൻഡപ്പ് ചെയ്യട്ടെ? യെസ് യു ക്യാൻ. സോ നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കളക്ടീവിന്റെ 5ാമത്തെ പ്രോഗ്രാമാണ്. സോ നല്ല രീതിയിൽ ഇന്ന് സെഷൻ ഹാൻഡിൽ ചെയ്ത ഹലീനക്ക് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഇന്നിവിടെ ജോയിൻ ചെയ്ത എല്ലാ കുട്ടികൾക്കും എല്ലാ കൂട്ടുകാർക്കും എന്റെ പേരിലും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കളക്ടീവിന്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. സോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഹലീനക്ക് സ്പെഷ്യൽ താങ്ക് യു. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.